ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇഹ ഡിസൈനിൽ നിന്നും ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തപ്പോൾ ഉണ്ടായ അനുഭവമാണ് പറയുന്നത്. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാലാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. ഇഹ ഡിസൈനിൽ നിന്ന് എടുത്ത പ്രൊഡക്റ്റ് സാരിയാണ്. അപ്പോൾ ഇഹ ഡിസൈനെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി, ഇഹ ഡിസൈൻ ആലപ്പുഴയിൽ വർക്ക് ചെയ്യുന്ന ഒരു ടെക്സ്റ്റൈൽ ഷോപ്പാണ്. നമുക്ക് നേരിട്ട് ചെന്നും എടുക്കാം, അതുപോലെ തന്നെ വെബ്സൈറ്റ് വഴി നമുക്ക് എടുക്കാം. അപ്പോൾ അവർക്ക് ഇൻസ്റ്റാഗ്രാം പേജ്, അതുപോലെ യൂട്യൂബ്, ഫേസ്ബുക്ക് എല്ലാ പേജുകളും ഉണ്ട്. അപ്പം ഞങ്ങൾ എടുത്തത് വെബ്സൈറ്റ് വഴിയാണ് ഞങ്ങൾ എടുത്തത്. അപ്പൊ സാരി എടുത്തത് ഞാനല്ല, എൻ്റെ മമ്മിയാണ് സാരി എടുത്തത്. അപ്പൊ ഇഹയുടെ പേജ് ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു ദിവസം തന്നെ 10-20 വീഡിയോസ് ആണ് അവർ പോസ്റ്റ് ചെയ്യുന്നത്. വെറൈറ്റി മോഡൽസ് പോസ്റ്റ് ചെയ്യും. നമ്മൾ ആരായാലും കണ്ടാൽ നമുക്കൊന്ന് എടുക്കാൻ തോന്നും, അതേ രീതിയിലാണ്. വിലയും വളരെ കുറവാണ്. ഇഹ ഡിസൈൻ ഒരു സെമി ബനാറസി സാരിയുടെ വീഡിയോ പോസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ കണ്ടിട്ട് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മളത് ഓർഡർ കൊടുക്കുകയാണ്. അപ്പോൾ അവർ കാണിച്ചത് 10 സാരികളാണ് കാണിച്ചത്. നല്ല വിലയും വളരെ കുറവായിരുന്നു. 1950 രൂപയായിരുന്നു വില വരുന്നത്. 10 സാരികൾ കാണിച്ചപ്പോൾ നമ്മൾ ഓർഡർ കൊടുക്കുന്ന സമയത്ത് നമ്മൾ വെബ്സൈറ്റിൽ കയറി നോക്കുമ്പോൾ അതിൽ അത്രയും ഉണ്ടായിരുന്നില്ല, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. അപ്പോൾ ഉള്ള സ്റ്റോക്കിൽ നിന്നും നമ്മൾ നല്ലൊരു സാരി നമ്മൾ ഓർഡർ കൊടുത്തു. ജൂൺ 21-നാണ് നമ്മൾ ഓർഡർ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരുന്നത് 100 രൂപയാണ്. അപ്പോൾ നമുക്ക് ഇഹയിൽ നിന്നും മെസ്സേജ് വരും, നമ്മുടെ ഓർഡർ പ്ലേസ്ഡ് ആയെന്ന് പറഞ്ഞ്. നമ്മൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞിട്ട് അവർ നമുക്ക് ഓർഡർ പ്ലേസ് ആയെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഈ സൈഡിൽ കാണിക്കാം. 3 to 5 വർക്കിംഗ് ഡേയ്സ് ആണ് ഡിസ്പാച്ച് ടൈം അവർ എഴുതിയിരുന്നത്. അപ്പം ഞാനും വിചാരിച്ചു സാരി ആയതുകൊണ്ട് അധികം നേരം വൈകില്ല, സാരിയാണ്, പിന്നെ അതിന് വേറെ വർക്കൊന്നും ചെയ്യാനില്ല, അത് പാക്ക് ചെയ്ത് അയക്കുക മാത്രമേ ഉള്ളൂ. 2-3 ദിവസം കഴിഞ്ഞിട്ടും പ്രൊഡക്റ്റ് കാണാണ്ടായപ്പോൾ നമ്മൾ അവരെ ഫോണിൽ കോണ്ടാക്ട് ചെയ്യാണ്. അപ്പോൾ അവർ പറഞ്ഞത് 5 വർക്കിംഗ് ഡേയ്സ് ആണ്, അപ്പോൾ അതിനുള്ളിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കിട്ടും എന്നാണ് പറഞ്ഞത്. അപ്പോൾ കാത്തിരുന്ന് 2 ദിവസം കൂടി കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും അവരെ വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ കുറച്ച് തിരക്കാണ്, നോക്കട്ടെ, തിരക്ക് കഴിയുമ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്തായാലും വേഗം അയക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നമ്മുടെ പൈസയും കൊടുത്താണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു സാരിയാണ്, ഒരു കുർത്തിയൊക്കെ ആണെങ്കിൽ അത് സ്റ്റിച്ച് ചെയ്യണം, അതിന് കുറച്ച് പണികളുണ്ട്, എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ അതും ചെയ്യണം. ഒരു സാരിയാണ്. അപ്പോൾ സാരി നമുക്ക് വേഗം കിട്ടുന്ന ഒരു സ്റ്റോക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആ സാരി വാങ്ങിക്കുന്നത്. അപ്പോൾ നമുക്കത് വേഗം കിട്ടണ്ടേ? നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ സാരി ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ആ സാരി ആ ഫംഗ്ഷന് ഇടാൻ പറ്റില്ല. ആ അവസ്ഥയിലാണ്. അവരുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ കമന്റ് ചെയ്യാണ്, ഇതുവരെയും പ്രൊഡക്റ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ അവർ പറയാണ്, നമ്പർ പറയും, ഞങ്ങൾ ചെക്ക് ചെയ്യട്ടെ എന്ന് പറയാണ്. അപ്പോൾ നമ്മൾ നമ്പർ കൊടുത്തു, അവർ ചെക്ക് ചെയ്യണ്ടോ ഇല്ലയെന്ന് നമുക്ക് അറിയുന്നില്ല. പ്രൊഡക്റ്റ് അപ്പോഴും വന്നിട്ടില്ല. ഓർഡർ കൊടുത്തിട്ട് ഇപ്പോൾ 2 ആഴ്ചയായി. ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും അവരെ കോൺടാക്ട് ചെയ്യാണ്. അപ്പോൾ അവർ പറയുന്നത് നമ്പർ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. അപ്പോൾ നമ്പർ പറയാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ നമ്പർ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് നിങ്ങളത് വിളിക്കാൻ പറഞ്ഞു. എന്നിട്ട് അവർ നമ്പർ ചെക്ക് ചെയ്തിട്ട് വിളിച്ചു. അപ്പോൾ അവർ പറയാണ് ഡെലിവറി ചെയ്തിട്ടില്ല, ഞങ്ങൾ വേഗം തന്നെ ഡെലിവറി ചെയ്യാം. അപ്പോൾ പ്രൊഡക്റ്റ് വൈകുന്നത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ടെൻഷനായിരുന്നു. ഇനി നമ്മുടെ പ്രൊഡക്റ്റ് കിട്ടുമോ, ഇനി പ്രൊഡക്റ്റ് കിട്ടിയാൽ തന്നെ അത് ക്വാളിറ്റി ഉണ്ടാവുമോ, ഇനി മാറിപ്പോവോ, പ്രൊഡക്റ്റും പോയി പൈസയും പോയി എന്നുള്ള ഇതിൽ തന്നെയായിരുന്നു. നമ്മൾ വിളിച്ച് പിറ്റേ ദിവസം, ആ ലാസ്റ്റ് വിളിച്ചിട്ട് പിറ്റേ ദിവസം തന്നെ ഒരു 3 മണി നേരമായപ്പോഴേക്കും പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടി. നമ്മളിതുപോലെ ഈ ബുട്ടിക്കിൽ നിന്നൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ആ പ്രൊഡക്റ്റ് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ആ പ്രൊഡക്റ്റ് നല്ല ക്വാളിറ്റി ഉണ്ടോ, നമ്മൾ ഉദ്ദേശിച്ച പ്രൊഡക്റ്റ് ആണോ, ആ കളർ അതാണെന്നൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ നേരിട്ട് കാണുന്നില്ലല്ലോ പ്രൊഡക്റ്റ്, നമ്മൾ അവർ കാണിക്കുന്ന അത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. നമ്മൾ പൈസയും കൊടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്ത് കുറേ ഫോണും വിളിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നുള്ളൂ. ഫോൺ വിളിച്ച് പിറ്റേ ദിവസം ഒരു 3 മണി ആയപ്പോഴേക്കും പ്രൊഡക്റ്റ് എത്തി. അപ്പോൾ അത്രയും നിസാര സമയം മതി അവർക്ക് ആ പ്രൊഡക്റ്റ് അയക്കാൻ. അപ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ ആ കവറുമേ അതിൻ്റെ ടൈം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടൈം അവിടെ കാണുന്നുണ്ട്. അവർ ഒരു 6:45 സമയത്താണ് ആ പ്രൊഡക്റ്റ് അയച്ചത്. അപ്പോൾ ഒരു ദിവസം പോലും വേണ്ടി വന്നില്ല ആ പ്രൊഡക്റ്റ് നമ്മുടെ കൈകളിലെത്താൻ. അപ്പോൾ അവർക്കത് വേണമെങ്കിൽ അത് നേരത്തെ അയക്കാമായിരുന്നു. നമ്മൾ എത്ര പ്രാവശ്യം അവരെ ഫോൺ വിളിച്ചിട്ട് വേണമായിരുന്നു അവർക്ക് ആ പ്രൊഡക്റ്റ് അയക്കാൻ. അവരെല്ലാത്തിൻ്റെയും ഓർഡർ എടുത്ത് അവർ പ്രൊഡക്റ്റ് അയക്കുന്നില്ല. അവരുടെ കയ്യിൽ കാശ് കിട്ടി കഴിഞ്ഞിട്ട് അവർ ആ പ്രൊഡക്റ്റ് അയക്കണം. എന്നാലാണ് നമുക്ക് അവരെ കുറിച്ച് കൂടുതൽ വിശ്വാസം തോന്നുള്ളൂ. അപ്പോൾ വീട്ടിലേക്ക് പ്രൊഡക്റ്റ് എത്തി. അപ്പോൾ പ്രൊഡക്റ്റ് ഓപ്പൺ ചെയ്ത വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനല്ല സാരി വാങ്ങിച്ചത്, എൻ്റെ മമ്മിയാണ് സാരി വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ അത് ഉൾപ്പെടുത്താം. ഇപ്പോൾ പാക്കേജിങ് ഒന്നും കുഴപ്പമില്ല. അപ്പോൾ ആ സ്ലിപ്പിൽ കാണാം അവർ വൈകിട്ട് 6:10-നാണ് അവർ അയച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ കയ്യിൽ കിട്ടുന്നത് വരെ നമുക്ക് നല്ല ടെൻഷനാണ്, എന്തായിരിക്കും എന്നുള്ളത്. കുഴപ്പമില്ല, നമ്മൾ വിചാരിച്ച പോലത്തെ തന്നെ സാരി തന്നെയായിരുന്നു. ഇപ്പോൾ സെമി ബനാറസി സാരിയാണ്. അപ്പോൾ
നമ്മളധികം കാണാത്ത ടൈപ്പ് കളേഴ്സുകൾ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അത് കുറച്ച് ഔട്ട് ഓഫ് സ്റ്റോക്കാണ് കാണിച്ചത്. അപ്പോൾ ഇതാണ് ബോഡി വരുന്നത്, ബ്ലാക്കാണ് ബോഡി വരുന്നത്. മുന്താണിയുടെ ഭാഗം യെല്ലോ കളറ്, സാരി ബ്ലൗസ് യെല്ലോ കളറ്. നല്ല സാരിയാണ്, എന്തായാലും ക്വാളിറ്റി കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല സാരിയാണ്. പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ പ്രൊഡക്റ്റ് നല്ലതാണെന്ന് കണ്ടപ്പോൾ സന്തോഷമായി. പക്ഷേ ഇനി ഒരു ഓൺലൈൻ പർച്ചേസ് ഇനി ഇതുപോലെ ചെയ്യില്ല. നമ്മുടെ പൈസ കൊടുത്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് അവരെ ഫോൺ വിളിച്ച് ചീത്ത പറഞ്ഞാൽ മാത്രമേ അവർ പ്രൊഡക്റ്റ് അയക്കുള്ളൂ. അതിൽ നല്ലത് നമുക്ക് കടയിൽ പോയി നേരിട്ട് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പം ഞാൻ ഇതുവരെ ഒരു വെബ്സൈറ്റ് വഴി ഒരു പ്രൊഡക്റ്റ് ഒന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പം അവർ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നല്ലതാണെങ്കിൽ എനിക്കും വാങ്ങിക്കാം എന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷെ അവരുടെ അനുഭവം ഇങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. ധൈര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. കാരണം നമ്മളിപ്പോഴും കേൾക്കുന്നതാണ് ക്വാളിറ്റി ഉണ്ടാവില്ല, നേരത്തിന് കിട്ടില്ല, മാസക്കണക്കിന് സമയം എടുക്കുന്നതൊക്കെ എപ്പോഴും കേട്ടിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ അധികം ഒന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സാരി ആയതുകൊണ്ട് പിന്നെ വേറെ ഒന്നും അതൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ടും വേഗം കിട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. നമ്മൾ ഓർഡർ കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ പൈസ അയച്ചു കൊടുക്കാണ്. അവർക്ക് വേണമെങ്കിൽ പിറ്റേ ദിവസം തന്നെ നമുക്ക് ആ പ്രൊഡക്റ്റ് അയക്കാമായിരുന്നു, അത്രയും. പക്ഷെ ഇത് അവർ ശ്രദ്ധിക്കുന്ന പോലുമില്ല. നമ്മുടെ ഓർഡർ അവർ വാങ്ങിച്ചു വെക്കുകയാണ്, പിന്നെ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ എത്ര പ്രാവശ്യം ഫോൺ വിളിച്ചിട്ടും അവർ ചെക്ക് ചെയ്യാൻ നോക്കട്ടെ, ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യുമ്പോൾ തന്നെ അറിയാലോ നമ്മുടെ പ്രൊഡക്റ്റ് അയച്ചിട്ടില്ല, അവർക്കത് വേഗം അയക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ വാങ്ങിക്കുന്നുള്ളവര് ഒന്ന് ശ്രദ്ധിച്ചിട്ട് വാങ്ങിക്കുക. എന്തായാലും നമുക്കൊരു ഫംഗ്ഷൻ ഇടണമെന്ന് വിചാരിച്ച് നിങ്ങൾ ഇതുപോലെ വാങ്ങിക്കാതിരിക്കുക. പക്ഷെ ഇവിടെ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് കിട്ടി, പറഞ്ഞ അതേ രീതിയിലുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് വന്നത്. ചിലർക്ക് ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് കിട്ടുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഞങ്ങൾക്കിവിടെ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് കിട്ടി. കുറേ സമയം ഫോൺ വിളിച്ചിട്ടാണ് അവർ ആ പ്രൊഡക്റ്റ് ഒന്ന് അയച്ചു തരുള്ളൂ. എല്ലാ ബുട്ടിക്കുകളും ഇതുപോലെയാണെന്ന് ഞാൻ പറയില്ല. നല്ല ബുട്ടിക്കുകൾ ഉണ്ടാവും, കറക്റ്റ് സമയത്തിന് കൊടുക്കുന്ന ബുട്ടിക്കുകൾ ഉണ്ടാവും. നമുക്കറിയില്ലല്ലോ ഏത് ബുട്ടിക്കിലാണ് അങ്ങനെയെന്ന്. നമ്മളൊരു വലിയ ഷോപ്പിൽ ചെന്നിട്ട് നമ്മളൊരു സാരി വാങ്ങിക്കുകയാണെങ്കിൽ അതുപോലത്തെ സാരി ഒരു 100 പേർക്കെങ്കിലും ഉണ്ടാവും. നമ്മളൊരു ഫംഗ്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ കളർ ചേഞ്ച്, അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ നമ്മൾ കാണും. ഒരേപോലത്തെ സാരികളായിരിക്കും മിക്കതും വരുന്നത്. നമ്മളൊരു ബുട്ടിക്കിൽ നിന്നൊക്കെ നമ്മൾ സാരി എടുക്കുകയാണെങ്കിൽ അവരുടേതായ ഡിസൈനുകളായിരിക്കും. അധികം അങ്ങനെ ആർക്കും അങ്ങനെ ഉണ്ടാവില്ല, ഒരു റയർ ആയിട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മളിപ്പോഴും ബുട്ടിക്കിനെ നമ്മളിപ്പോഴും ആശ്രയിക്കുന്നത്. കുർത്തിയുടെ കേസ് അങ്ങനെ ആയിരിക്കില്ല. കുർത്തി ഏകദേശം ഒരു കോമൺ ആയിരിക്കും. പക്ഷെ സാരികൾ അങ്ങനെയായിരിക്കും. സാരികൾ യുണീക്ക് സാരികൾ കിട്ടണമെങ്കിൽ നമ്മൾ ബുട്ടിക്കിനെ തന്നെയാണ് എപ്പോഴും നമ്മൾ ആശ്രയിക്കുന്നത്. ഇത് കുറേ സാരികൾ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ചു. അപ്പം എല്ലാം ഒരേപോലത്തെ ഒരു എന്താ പറയുക, കണ്ടു പരിചയമുള്ള ഡിസൈനുകൾ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ കുറച്ച് മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് ബുട്ടിക്കിൽ നിന്ന് പോയത്. പക്ഷെ ബുട്ടിക്കിൽ പോയപ്പോൾ ഉള്ള അനുഭവം ഇതാണ്. അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും ഇതുപോലത്തെ ഓരോ അനുഭവങ്ങൾ. അപ്പം നിങ്ങൾക്കുള്ള അനുഭവങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.